ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെയൊക്കെ പ്രതികരണങ്ങൾ വെച്ച് വിലയിരുത്തുക എന്നതാണ്. സ്വാഭാവികമായും നമുക്കറിയാം കേരളത്തിലെ സർക്കാർ എന്നത് ഇടത് സർക്കാരാണ്. അതോടൊപ്പം തന്നെ എംപിമാരുടെ പട്ടിക പരിശോധിച്ചാൽ ഒരാൾ മാത്രമാണ് BJPയിൽ നിന്നുള്ളത്, മറ്റെല്ലാവരും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉള്ളതാണ്. അവർ ശക്തിയുക്തം ഇതിനെ എതിർക്കുമ്പോൾ അതനുസരിച്ചുള്ള ഡേറ്റയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. കേരളത്തിന് എങ്ങനെ പ്രതിസന്ധിയാകുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ 22.61 ലക്ഷം തൊഴിലാളികൾ ആണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ പദ്ധതി പ്രകാരം ഇതിൽ തന്നെ ചില തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും തൊഴിലാളികൾക്ക് ഇത്രയും തൊഴിൽ ദിനങ്ങളടക്കം കിട്ടുന്നുവെന്ന് പറയുമ്പോഴും തൊഴിൽ സാധ്യതകൾ അവിടെ ആകെ സൂചിപ്പിച്ചു. ഇനി ഇത് 4 ഘട്ടങ്ങൾ ആണ് ഇതിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഈ മേഖല തിരിച്ചുകൊണ്ടുള്ള തൊഴിൽ മാത്രമാണ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ തൊഴിൽ അതായത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൽകുന്ന തൊഴിലുകൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല എന്നതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം എങ്ങനെ ബാധിക്കും എന്നതിൽ വ്യക്തത കൈവരുന്നതേയുള്ളൂ. അതായത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്നതിൽ തൊഴിൽ കിട്ടാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കേരളം വിലയിരുത്തപ്പെടുന്നത്. അതായത് നിലവിലെ ഈ നിയമങ്ങൾ അനുസരിച്ച് 22.61 ലക്ഷം തൊഴിലാളികളുണ്ട്. അവരിൽ പലർക്കും തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് കേരളം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. തൊഴിൽ കിട്ടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ കുറയും എന്നുള്ളതാണ്. നിലവിൽ 100 തൊഴിൽ ദിനം എന്നത് 125 മാറ്റുമ്പോൾ 22.6 ലക്ഷത്തിലധികം ആളുകൾ ഇതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ തൊഴിൽ ദിനങ്ങൾ കുറയപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഒപ്പം പല പഞ്ചായത്തുകളും, അതും രാകേഷ് ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു, നിലവിൽ ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കൈയുള്ളത് എങ്കിൽ ഈ പുതിയ നിയമം അനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടതായി വരുമ്പോൾ പല പഞ്ചായത്തുകളും ഇപ്പോഴത്തെ ഈ തൊഴിൽ അവസരം നൽകുന്നതിൽ നിന്ന് പുറത്താകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രതിസന്ധി എന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. നിലവിൽ തന്നെ അതും സൂചിപ്പിച്ചു കഴിഞ്ഞു, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്ന, സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ആ കേരളത്തിന് നിലവിൽ 90.10 എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. 90% കേന്ദ്ര സർക്കാർ വഹിക്കുന്നു, 10% സംസ്ഥാനത്തിൻ്റെ വിഹിതമായി നൽകേണ്ടത്. അതാണ് 60:40 എന്ന നിലയിലേക്ക് മാറാൻ പോകുന്നത്. ആ ബാധ്യത, അതായത് 10% എന്നത് 40% ആകുമ്പോൾ 3 ഇരട്ടിയോളം ആണ് ബാധ്യത കൂടാൻ പോകുന്നത്. ആ പണം 2000 കോടിക്ക് മുകളിൽ വരും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. രാകേഷ്, ഇവിടെ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാടിനെ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ തന്നെ ജീവിത ചെലവ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതേസമയം ഏറ്റവും കൂടുതൽ ദിവസക്കൂലി ലഭിക്കുന്ന സംസ്ഥാനവും കേരളമാണ് മൊത്തത്തിൽ പട്ടിക പരിശോധിക്കുമ്പോൾ. അവിടെയും ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് നിർണായകമാകുന്ന ഒന്നാണ്. അപ്പോൾ തൊഴിൽ ദിനങ്ങൾ കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൻ്റെ വിഹിതം കൂടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് ബാധ്യതയാകാൻ സാധ്യത? ഒപ്പം കേരളത്തിലെ തൊഴിലാളികളെ, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്ന തൊഴിലാളികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അഭിലാഷ്, സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന കണക്കുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഏതാണ്ട് ഈ 2000 കോടി രൂപ അധികമായി സംസ്ഥാനം കണ്ടെത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും അത് കേരളത്തിനൊരു അധിക ചെലവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഡിമാൻഡിനനുസരിച്ച്, അതായത് തൊഴിൽ കൂടുതൽ നൽകാൻ കഴിയുമെങ്കിൽ അധികമായ പണം അത് കേന്ദ്രം നൽകുന്നതാണ് നിലവിലെ വ്യവസ്ഥ. അതിൽ മാറ്റം വരുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് പുതിയ നിയമപ്രകാരം ഇതിനൊരു കൃത്യം ബജറ്റ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് മാത്രമായിരിക്കും തുക അനുവദിക്കുക എന്നാണ് പുതിയ വ്യവസ്ഥ. അതായത് നേരത്തെ ഡിമാൻഡിനനുസരിച്ച് കൂടുതൽ തൊഴിൽ ദിനം നൽകാൻ കഴിയുമെങ്കിൽ കേന്ദ്രം തന്നെ പണം നൽകിയിരുന്നെങ്കിൽ ഇനി അതുണ്ടാകില്ല. മറിച്ചൊരു നിശ്ചിത ബജറ്റ് നിശ്ചയിക്കുകയും അതിനകത്തുനിന്ന് മാത്രം പണം തരുന്ന സാഹചര്യം വരികയും ചെയ്യുകയാണ്. ഇതിനപ്പുറം അധിക ചിലവ് വന്നാൽ അതിൻ്റെ തുക കൂടി സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് വലിയ പ്രതിസന്ധി കേരളത്തിന് മാത്രമല്ല കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കേരളത്തിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സജീവമായുള്ള തൊഴിലാളികൾ ഉള്ളത് ഏതാണ്ട് 22.5 ലക്ഷമാണ്. 22.61% കേരളത്തിലെ കണക്കുകൾ. അതിൽ തന്നെ നിശ്ചിത പഞ്ചായത്തുകൾ, തൊഴിലിൻ്റെ സ്വഭാവം മാറ്റം, ഇതൊക്കെ വരുമ്പോൾ
കേരളത്തിലെ അടക്കം തൊഴിലുറപ്പിനെ അത് ബാധിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ MP-മാർ ഉന്നയിക്കുന്നത്. ഇതിനോടകം തന്നെ പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നു കഴിഞ്ഞു. പക്ഷേ കേന്ദ്രം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ബില്ല് പൂർണ്ണമായും അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ NDA-യിലടക്കം കക്ഷികളുടെ പിന്തുണ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് ബില്ലിൽ നിന്ന് പിന്നോട്ടില്ല, മറിച്ച് മുന്നോട്ട് തന്നെ നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ഏതായാലും നിലവിലുള്ളത്. അഭിലാഷ്, 2005 നിലവിൽ വന്നിട്ടുള്ള തൊഴിൽ ഉറപ്പ് നിയമത്തിൽ ആണ് ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബില്ലിന്മേൽ കൂടുതൽ ചർച്ചകൾ നടക്കുകയും ഭേദഗതികൾ ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ട ഒന്നാണ്.